ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? എല്ലായിടത്തും ഇപ്പോൾ നല്ല മഴയായിരിക്കും അല്ലേ? ഇവിടെ അതെ, നല്ല മഴയാണ്. പക്ഷേ ഇടയ്ക്ക് വെയിലും വരുന്നുണ്ട്. അന്നത്തെ പോലെ ഒരു 10 ദിവസം അടുപ്പിച്ച് തീരെ വെയിലില്ലാത്ത അങ്ങനെയല്ല. ഇടയ്ക്ക് വെയിലും മഴയും, ശക്തിയുള്ള മഴയും എന്നാൽ ഇടയ്ക്കൊരു വെയിലൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇന്നിപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റപ്പം മഴ പെയ്ത് തോർന്ന് നിൽക്കുന്ന സമയമാണ്. മുറ്റത്തൊക്കെ നിറയെ വെള്ളമൊക്കെ ഉണ്ട്, എന്നാൽ മഴ പെയ്യുന്നുമില്ല. അങ്ങനെ ഇന്ന് രാവിലെ കുറച്ച് വൈകിട്ടാണ് എണീറ്റിരിക്കുന്നത്. ഇന്നലെ കുറച്ച് വൈകിട്ടാണ് കിടന്നത്. കുറച്ച് ഓർഡർ എടുക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. രാത്രി 11 മണി 11:30 ആയി കിടന്നപ്പോൾ. അപ്പോൾ ഇന്നൊരു 6 മണി കഴിഞ്ഞിട്ടാണ് എണീക്കുന്നത്. ഇന്ന് പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യേണ്ട, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണമെന്നില്ല. ഇന്ന് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി ലഞ്ച് ഉണ്ടാക്കുന്നത്. പക്ഷെ ചോറ് ആദ്യം വെച്ചു കേട്ടോ. കറിയും ഉപ്പേരിയൊക്കെ അത് കഴിഞ്ഞിട്ട് വയ്ക്കാം. ഏട്ടനൊന്ന് പുറത്ത് വേറൊരു സ്ഥലത്തുനിന്ന് പോകാനുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഷോപ്പിലേക്ക് പോകണം. അപ്പോൾ പോണ വഴിക്ക് ഇവിടെ വന്നിട്ട് ലഞ്ച് എടുത്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സാവകാശത്തിലുള്ള നടത്താണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് കിച്ചനകത്തെ ഡിഷ് ഡ്രൈയിങ് റാക്കാണ് കേട്ടോ. ക്യാബിനകത്തുള്ളതാണ്. ഇതങ്ങനെ അത്രയ്ക്ക് എപ്പോഴും യൂസ് ആക്കാറൊന്നുമില്ല. അവിടെ ഉണങ്ങാത്തത് മാത്രമേ ഇങ്ങോട്ട് എടുത്തിട്ടൊന്ന് വെക്കുള്ളൂ. ഇത് എന്താണ് കിച്ചനകത്ത് സിങ്ക് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവിടെ കഴുകുകയാണെങ്കിൽ മാത്രമാണ് അതിൻ്റെ മുകളിൽ എടുത്ത് വെക്കാൻ എളുപ്പം. ഇത് ഞാൻ മറ്റു സ്ഥലത്ത് വെച്ചിട്ട് ഇപ്പോൾ ഇത് ഇന്നലെ രാത്രി കഴുകി വെച്ചത് രാവിലെ എപ്പോഴും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എടുത്തിട്ട് അതിനുള്ളിൽ വെച്ചത്. അങ്ങനെ പാത്രങ്ങൾ പരന്ന് കിടക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. ഇത് ഞാൻ എടുക്കുന്നത് ഇന്നലെ രാത്രി കഴുകി വെച്ച പച്ചമുളകും തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അടച്ചു വെച്ച് അങ്ങനെ ഒന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പം പല്ലിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അന്ന് ഞാൻ തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇടുന്ന സമയത്ത്. അന്ന് ഒറ്റ പല്ലി ഉണ്ടായിരുന്നില്ല. ഇപ്പം എവിടെ നിന്നൊക്കെയാണോ പല്ലിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇതാണല്ലോ, അങ്ങനെ നമ്മൾ കഴുകിയിട്ട് പിന്നെ അതിങ്ങനെ വിരിച്ച് വെക്കുമ്പോൾ കൂടെ എങ്ങാനും രാത്രി പല്ലി കയറിയാലോ. അതെല്ലാം മൂടി വെച്ചിട്ട് രാവിലെ ഇപ്പോൾ വിരിച്ച് വെക്കുകയാണത്. വീടിൻ്റെ തറപ്പണി കഴിഞ്ഞ സമയത്ത് പെസ്റ്റ് കൺട്രോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതുപോലുള്ള പല്ലി പാറ്റ സാധനങ്ങളൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം നടത്തി ചെയ്തു. പക്ഷേ അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പല്ലിയൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് മുട്ട റോസ്റ്റും ചപ്പാത്തിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറേ നേരം അതിനിങ്ങനെ കുഴച്ചുകൊണ്ട് നിൽക്കണ്ടേ. ചൂടുവെള്ളമാണെങ്കിൽ പിന്നെ കുറച്ച് വേഗം പണി കഴിയല്ലോ വെച്ചിട്ട് ഞാൻ എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുക. ഇത് ഞാൻ വെളിച്ചെണ്ണ നിറച്ച് വെക്കുന്നത്. ഇന്നലെ നിറച്ച് വെക്കാൻ എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വീഡിയോ എടുക്കുന്നതല്ലേ. അപ്പോൾ ഈ ബോട്ടിൽ ആരും എൻ്റെ അടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ശരിക്കും കാണിക്കുമോ എന്നൊക്കെ. എന്നാൽ ശരി, എന്നാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നിറയ്ക്കുന്നത് രാവിലെ ആക്കാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ കുപ്പി അവിടെ തന്നെ വെച്ചു. ഇത് ഐക്യന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് അതിൽ. പക്ഷേ കൂടുതൽ എൻക്വയറീസ് ഇതിൽ വരാറുണ്ട്. ഇവിടെ നിന്നാണ്, എങ്ങനെയാണ്, അതിൻ്റെ ലിങ്ക് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഈ ബോട്ടിൽ വാങ്ങിച്ചിരിക്കുന്നത് ഐക്യൻ്റെയാണ് കേട്ടോ. ആ സ്റ്റാൻഡേർഡ് തന്നെയാണ് അതിൻ്റെ ആ പ്രൊഡക്റ്റ്. പക്ഷേ ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല എന്നാണ് കേട്ടറിഞ്ഞത്. ഇപ്പം അത് വേറെ മോഡൽ ഇറക്കിയിരിക്കണോ തോന്നുന്നുണ്ട് ഐക്യ. ഇത് ഞങ്ങൾ വാങ്ങിച്ചിട്ട് 2 കൊല്ലം ആവാറായി. ഒരു ഏത് മാസത്തിലേ പോയത്? ജൂലൈ മാസത്തിലാണ് ഐക്യയിൽ പോയത്. 2 വർഷം ആവാൻ പോണു ജൂലൈയിൽ. ഹൗസ് വാമിങ്ങിൻ്റെ ഒക്കെ മാസങ്ങൾക്ക് മുൻപ് പോയിട്ട് ഇതെല്ലാം സെറ്റാക്കിയിരുന്നു. എല്ലാം വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു ഐക്യ ബാംഗ്ലൂരിൽ പോയിട്ട്. പിന്നെ ഇതിൽ നിറയ്ക്കുന്ന വെളിച്ചെണ്ണ ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡ് തന്നെയാണ് കേട്ടോ, നെസ്റ്റ. നമ്മളുടെ സ്വന്തമായിട്ടുള്ള ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് സ്വന്തമായിട്ടുള്ള ചക്കൊക്കെ വെച്ചിട്ടുള്ളതാണ് ഷോപ്പ്. അപ്പോൾ ആ വെളിച്ചെണ്ണയാണ്, ശുദ്ധമായ വെളിച്ചെണ്ണ. ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അകത്തുനിന്നും പുറത്തുനിന്നും നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് മഴയുടെ. പക്ഷേ വീഡിയോ എടുക്കാൻ നേരമില്ല. ഞാൻ രാവിലെ തന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നേരൊക്കെ പോയി. ഇനിയിപ്പോൾ നേരെ പണിയിലേക്ക് കിടക്കട്ടെ. പിന്നെ അന്ന് പറഞ്ഞു നിർത്തിയില്ലേ നമ്മൾ ഗിവ് എവേയുടെ കാര്യം. അത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലും കമൻറ്റ്, ഇങ്ങനെ ഇന്ന കമൻറ്റ് വേണമെന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ ഓരോരോ ടാസ്ക്കൊന്നും ഞാൻ തരില്ല.
തരാനുള്ളത് അങ്ങോട്ട് തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ അതിനെ കൊണ്ട് നമ്മൾ ആരെയും ഇങ്ങനെ കുറേ അത് ഇത് ചെയ്യിക്കുക അത് ചെയ്യിക്കാനുള്ള അതിന് അതൊന്നും വേണ്ട തോന്നി എനിക്ക്. അതാണ് ഞാനിങ്ങനെ ജസ്റ്റ് ചെറിയൊരു കമൻറ്റ് ഇട്ടാൽ മതി എന്ന് പറയുന്നത്. മറ്റേത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അങ്ങനത്തെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ്. പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ കുറേ പണിയെടുപ്പിച്ചിട്ട് എന്താന്നുള്ള ഒരു തോന്നലാണ്. ഗിവ് അവേ ചെയ്യുന്നത് 100K ആകുമ്പോൾ എന്നാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. 100K ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. പിന്നെ ഓരോരോ തിരക്ക് കാരണം അതിങ്ങനെ നീണ്ടു ഈ വീഡിയോ വരെ എത്തിയതാണ്. പിന്നെ അന്നത്തെ ഫസ്റ്റിലുള്ള 50Kൻ്റെ ഗിവ് അവേയിൽ ഞാൻ പറഞ്ഞല്ലോ 2 പേര് അന്വേഷിച്ച് കിട്ടിയില്ല എന്നുള്ളത്. ഇതിൽ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്ത് തോന്നുമല്ലേ, ഒരു 2-3 ആഴ്ച വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും അതിനൊരു ടൈം വെക്കുകയാണ്, ഇത്ര ദിവസത്തിനുള്ളിൽ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളത്. ഒരു 7 ദിവസം വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ഇതങ്ങ് ക്യാൻസൽ ചെയ്യും ഞാൻ. ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ 7 ദിവസം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അങ്ങനെ കാത്തിരിക്കണ്ടെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ ദിവസത്തോളം അങ്ങനെ വെയിറ്റ് ചെയ്തു. അത്രയ്ക്കൊന്നുമില്ല, ഇനി ഒറ്റൊരാഴ്ച. ഞാൻ റിസൾട്ട് പറയുന്ന ദിവസം ഇതിൻ്റെ തുടങ്ങിയിട്ട് ഒരാഴ്ച മാത്രം. അപ്പോൾ അതിൽ ആരെങ്കിലും ഇതിലൊക്കെ കാണുമല്ലോ, വീഡിയോ കണ്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. അത് ഇൻസ്റ്റയിൽ കൂടെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാട്സപ്പ് നമ്പർ ഇടുന്നുണ്ട്. അതിൽ കൂടെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇൻസ്റ്റയിൽ കൂടെ വന്നാൽ മതി. ബിസിനസ്സിൻ്റെ ആവശ്യത്തിനുള്ളത് അതിന് മാത്രമായിട്ട് അങ്ങ് വെക്കാം. മറ്റത് ഇൻസ്റ്റ എൻ്റെ പേഴ്സണലല്ലേ, അപ്പോൾ അതിൽ കൂടെ വന്നിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇത് കറിക്കുള്ള ഉണക്കമീനാണ് കേട്ടോ. ഉണക്കമീൻ കറിയാണ് വെക്കുന്നത് ഉച്ചയ്ക്കുള്ളത്. മാന്തളാണ്. മാന്തളിൻ്റെ കൂടെ മാങ്ങ ഇട്ടിട്ട്. മാങ്ങ ഞാൻ ഫ്രീസറിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ കുറച്ച് ദിവസം മുൻപ്. എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് പറഞ്ഞ അനുസരിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചതാണ്. ഇപ്പം ഞാൻ അതിൽ എടുക്കാറുണ്ട് കേട്ടോ. അത് കുറേ ഇനിയിപ്പോൾ ചിലപ്പോൾ കുറച്ച് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ തീരും. അതങ്ങ് കുറേ ദിവസത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ്. പക്ഷേ എനിക്ക് മാങ്ങയുടെ ഓരോ ആവശ്യം വരുമ്പോൾ പോയിട്ട് ഞാൻ അതിൽ എടുക്കാറുണ്ട്. അപ്പോൾ ഗിവ് അവേൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. അത് ഇപ്രാവശ്യം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് സാരിയാണ് കേട്ടോ. 3 സാരിയാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാരി വേണ്ടാത്ത പോലെ, സാരീനേക്കാളും നല്ലത് മറ്റ് സാധനങ്ങളാണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അത് നമുക്ക് ഇനി ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ സാരി എന്നുള്ളത്. അതിന് മുൻപുള്ളത് സാരി അല്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആവട്ടെ. ഇപ്രാവശ്യം ഞാനും ഏതായാലും സാരി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബിസിനസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഒരു ഗിഫ്റ്റായിട്ടൊന്ന് കൊടുക്കാം. പിന്നെ ഇനിയിപ്പോൾ വരുന്ന അപ്പോൾ ഓണം ഫെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതും അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെ. 3 സാരിയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേറെ ഗിവ് അവേ ഒക്കെ ചെയ്യുമ്പോൾ വേറെ രീതിയിൽ ചെയ്യാം. 1600 രൂപ വില വരുന്ന 3 സാരി. ഒരു സാരിക്ക് 1600 രൂപയാണ് വില വരുന്നത്. അങ്ങനത്തെ 3 സാരികളാണ് കൊടുക്കുന്നത് കേട്ടോ. ആ സാരിയുടെ മോഡലുകൾ നിങ്ങൾ ഷോർട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലൊക്കെ ഇട്ട ആ തരം സാരികൾ തന്നെയാണ്. നിങ്ങൾ കണ്ടു കാണും അങ്ങനത്തെ സാരി. അപ്പോൾ റേറ്റ് നിങ്ങൾക്ക് അതിന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോന് താഴെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്തോളൂ. ജസ്റ്റ് ഒരു ഇമോജി ഇട്ടാലും മതി. ഞാൻ കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത് 3 പേരെന്ന്. പിന്നെ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ലൈവിൽ വന്നിട്ട് പറയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവ് മിസ്സായവർ ഒരുപാട് പേരുണ്ട്. അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നുള്ളതൊക്കെ ഞാൻ അങ്ങനെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ ഇനി ഏതായാലും ഒരു ലൈവ് കൂടി വരാം ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞിട്ട്. അതിപ്പോൾ ഇത് പെട്ടെന്ന് എടുക്കുമല്ലോ. ഇതിപ്പോൾ ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും ചെയ്യാം. എന്തായാലും ഒരു ലൈവ് അടുത്ത ഈ ഒരാഴ്ചയ്ക്കുള്ളിലുണ്ട് കേട്ടോ. ഇത് കടച്ചക്ക ഉപ്പേരിക്കയാണ് കേട്ടോ. ഇത് വീട്ടിൽ കുമ്പിടിയിലുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം കുമ്പിടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് വന്നതാണ്. അവിടെ മരം ഞാൻ മുൻപ് എപ്പോഴും കാണിച്ചിട്ടുണ്ട്, കുറേ മുൻപത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു വലിയ കടപ്ലാവ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അതിന് മുകളിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു 10 എണ്ണം പൊട്ടിച്ചിട്ട് പോന്നു. ഒരു ദിവസം കറി വെച്ചു, തേങ്ങ വറുത്തരച്ചിട്ട്. ഇനിയിപ്പോൾ ഇത് ഉപ്പേരി വയ്ക്കാൻ പോകുന്നു. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഉപ്പേരി വെച്ചാലൊക്കെ കേട്ടോ. പിന്നെ കടപ്ലാവിനെ പറ്റിയിട്ടൊരു ദോഷം പറഞ്ഞ ഓരോരോ അപവാദ പ്രചരണങ്ങളൊക്കെ ഉണ്ടല്ലോ. കടം വരും, വീട്ടിൽ കടം കയറും, അങ്ങനെ അതൊക്കെ വെറുതെ പറയുന്നതാണ്.
അച്ഛനൊക്കെ അതിന് ഭയങ്കര എഗെയിൻസ്റ്റ് ആണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് അച്ഛൻ പറയും ഞാൻ വീടിൻ്റെ ചുറ്റും ഞാൻ കടപ്പിലാവ് വെക്കുമെന്ന് പറയും. അങ്ങനെ ഒരു കാര്യമേ ഉണ്ടാവില്ല. കടപ്പിലാവ് വെച്ചു എന്ന് വിചാരിച്ചിട്ട് ആർക്കും കടം കയറില്ല. അതിങ്ങനെ പ്രാസം ഒപ്പിച്ചിട്ട് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അങ്ങനത്തേലൊന്നും വിശ്വാസം കൊടുക്കരുത്. അതായത് കടപ്ലാവ് കടം കയറും, അങ്ങനെ അത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനത്തെ ഒന്നുമില്ല. അതേപോലെ കുമ്പളം ഒരുപാടുണ്ടായാൽ അത് ദോഷമാണ് വീട്ടിന്, അതും വെറുതെ പറയുന്നതാണ്. കുമ്പളമൊക്കെ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ, ഒരുപാടുണ്ടായിട്ട് അതായത് അത് മടുക്കും നമുക്ക് കറി വെച്ചിട്ടും. എത്ര ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കും. എന്നാലും ഈ കുമ്പളം ഉണ്ടാവുമ്പോൾ അങ്ങ് ഒന്നിച്ചങ്ങ് ഉണ്ടാവുകയാണ്. അത് നമ്മൾ കൊണ്ട് കുഴിച്ചിട്ടൊന്നും വേണ്ട, പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത് സ്വന്തമായിട്ട് ഉണ്ടാവുന്നതാണ്. അത് ഇഷ്ടംപോലെ ഉണ്ടാവും. അതിനും കൊണ്ട് ഒരു ദോഷമില്ല. അത് തിന്ന് മടുക്കുന്നേ ഉള്ളൂ. അല്ലാണ്ട് ആ കുമ്പളം ഉണ്ടായാൽ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അങ്ങനത്തെ ഒരു ദോഷവും കുമ്പളത്തിനും കൊണ്ടും ഇല്ല. പിന്നെ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് വിശ്വാസം തോന്നുന്നതെന്ന് എപ്പോഴാണെന്നറിയോ? ഇതൊക്കെ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേൾക്കുക കൂടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ മനുഷ്യരല്ലേ, മനസ്സ് അങ്ങനെ മാറും. ശരിയാണ്. അങ്ങനെ മാറിയിട്ട് ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ ഉദാഹരണ സഹിതം അങ്ങോട്ട് പറയും പിന്നീട്. അങ്ങനെ വന്ന പേരുദോഷങ്ങളാണ് ഇവർക്ക് രണ്ടുപേർക്കും. ഇനിയും അതേപോലെയുള്ള ഓരോരുത്തർക്ക് കിട്ടിയ പേരുദോഷങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം എൻ്റെ അറിവിൽ ഇപ്പോൾ ഈ 2 പേരാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. ഈ ഉണക്കമാന്തലും കൊണ്ട് കറി വയ്ക്കുന്നത്, എനിക്ക് അതിൻ്റെ മാന്തൽ ഞാൻ അങ്ങനെ കഴിക്കില്ല കേട്ടോ. കറി വെച്ച് കഴിഞ്ഞാൽ വറുത്ത് കഴിഞ്ഞാലാണ് ഞാൻ അങ്ങനെ ഉണക്കലൊക്കെ കഴിക്കുക. ഇത് കറി വയ്ക്കും, പക്ഷെ ഞാൻ അതിൻ്റെ കഷ്ണങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല. പിന്നെ ഒന്നുകൊണ്ടല്ല, എനിക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല ഇപ്പം കറി. മറ്റേ പച്ചമീനിൻ്റെ അങ്ങനെ നമ്മൾ കഴിക്കുമല്ലോ, അത് ഞാൻ ഒരുപാട് കഴിക്കും കേട്ടോ. ഇതിന് എനിക്ക് അത്ര ഇത് തോന്നാറില്ല. എന്നാൽ കറിയൊക്കെ കൂട്ടും ചെയ്യും ഞാൻ. അതിൽ അങ്ങനെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ, ഒന്ന് തിളച്ച വെള്ളത്തിൽ അതിൽ മാന്തലിട്ടിട്ടൊന്ന് വേവുമ്പോൾ അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുത്ത്. ഇത് ഞാൻ മാങ്ങ ആദ്യമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഈ മാങ്ങ ഒരുപാട് വേവുള്ള മാങ്ങയാണ്, കുറച്ച് അധികം നേരം കിടന്ന് വേവണം. അപ്പോൾ മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ മാന്തലിട്ട് കൊടുത്തിട്ട് അതൊന്ന് വെന്തതിന് ശേഷം തേങ്ങ ഒരു 2 ചെറിയ കുഞ്ഞു ഉള്ളിയും കൂട്ടി അരച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ തിള വരുമ്പോൾ അതൊന്ന് ഓഫാക്കണം. അതിൽ പച്ചമുളക് അരിഞ്ഞിടൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വേപ്പില പാകത്തിന് ഇട്ട് കൊടുക്കുക. തേങ്ങ അരച്ചിട്ടുള്ളത് ചേർത്തിട്ട് തിള വരുന്ന സമയത്ത് പിന്നെ ഇറക്കി വയ്ക്കുക. പിന്നെ അതിൽ ഞാൻ ഉള്ളി അരിഞ്ഞിട്ട്, ചെറിയ ഉള്ളിയില്ലേ, അത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് വേപ്പില ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അതിൽ ഒഴിക്കാറുണ്ട്. പിന്നെ കടച്ചക്ക ഉണ്ടാക്കുന്നത് പോലെ ഉപ്പേരിക്കുള്ള ഒരു ചെറിയ പീസ് അങ്ങനെ കഷ്ണങ്ങളാക്കി നോക്കിയിട്ട് അതിൽ ഉപ്പിട്ടിട്ട് വേവിച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ കടുകും ചെറിയ ഉള്ളി ചതച്ചതും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ ക്രഷ്ഡ് ചില്ലിയോ ഇട്ടിട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് വേവിച്ച് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയും ഉപ്പേരിയൊക്കെ ആയി. ഇപ്പോൾ ഏട്ടൻ വരും. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ പാത്രത്തിലാക്കും ചെയ്യുന്നത്. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുക, അങ്ങോട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് കൊണ്ടു കൊടുക്കട്ടെ. പിന്നെ ഈ ഗ്ലാസിൻ്റെ സ്റ്റോറേജ് ബോക്സസ് എല്ലാം ഞാൻ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ ആയിട്ട് വാങ്ങിച്ചതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുമൊക്കെ ഞാനിതിന് മുൻപ് ഇതിന് മാത്രമായിട്ട് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതാണ് എപ്പോഴും ഞാൻ എല്ലാത്തിലും ഇങ്ങനെ ഇടാത്തത്. പിന്നെ കുറേ പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും, അതായത് ഇങ്ങനെ കാണുമ്പോൾ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണുമ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് തരുമായിരിക്കുമ്പോൾ കുറേ എണ്ണം ഉണ്ടാവില്ലേ. അപ്പോൾ ഓരോരുത്തർ പറയാം, ഞാനിത് ഒരു വീഡിയോ തന്നെ ആക്കി ചെയ്തിട്ടുണ്ട്, ലിങ്ക് എല്ലാം അതിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഞാൻ ചിലതെല്ലാം ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇതുപോലത്തെ ഇങ്ങനത്തെ കുറേ ഉള്ള കാരണം ചിലപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോരോ പീസൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഷോർട്ട് വീഡിയോയിൽ ചെയ്യുക. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കുമ്പോഴേക്കും കുറേ ലിങ്കായി പോവും. അതാണ് ഇടാത്തത്. ഞാൻ നേരത്തെ ഇങ്ങനെ എല്ലാം വിരിച്ചിട്ടതെല്ലാം ഇപ്പോൾ വെള്ളമൊക്കെ പോയി. അപ്പോൾ ഞാനതെല്ലാം ആ കണ്ടെയ്നറിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അടിയിൽ ഇതേപോലെ ടിഷ്യൂ വയ്ക്കുന്നു, അതിൻ്റെ മുകളിൽ പച്ചമുളകൊക്കെ എടുത്ത് വയ്ക്കുന്നു, പിന്നെ മേലെ ഒരു ടിഷ്യൂ വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ വെള്ളമൊന്നും അതിലാവാതെ ഈർപ്പം അങ്ങനെ നിൽക്കില്ല നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ. അതൊന്നും അതിലേക്ക് തട്ടാതെ കുറേ കാലം അങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ എല്ലാതും ഇങ്ങനെ തന്നെ വയ്ക്കുക. വേപ്പിലായാലും എന്തൊക്കെ ഇങ്ങനെ നമ്മൾ വെജിറ്റബിളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ 2 സൈഡിലും ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ടാണ് ഞാൻ വയ്ക്കുക.
പിന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു 100K ആയപ്പോൾ യൂട്യൂബ് ജേണി പറയൂ എന്നുള്ളത്. അത് ഞാൻ മുൻപൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മോണിറ്റൈസേഷൻ ആയുള്ള സമയത്ത് ഞാൻ അതിൽ ഒരു വീഡിയോ അതിനെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെ പറ്റിയിട്ട് കുറേ പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലും ഇതിലൊക്കെ വന്ന് ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നത്, അത് റീച്ച് എങ്ങനെ കിട്ടി. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എന്നും ഇട്ടില്ലെങ്കിൽ റീച്ച് കിട്ടില്ല എന്നുള്ള ഇതൊക്കെ ചിലർക്കുണ്ട്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഇടാറില്ല. നിങ്ങൾക്ക് തന്നെ അറിയില്ല, തുടക്കം മുതലേ അങ്ങനെയാണ്. ആഴ്ചയിൽ ഒന്നായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ. അതിന് മുൻപ് ഞാൻ ആഴ്ചയിൽ 2 3 ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അത് എളുപ്പമായിരുന്നു. കുക്കിംഗ് വീഡിയോ അല്ലേ, അത് 2-3 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആവും. അത് ഞാൻ ഗൾഫിലായിരുന്ന സമയത്തായിരുന്നു. അപ്പം ഞാനത് ഒരു വൈകുന്നേരമൊക്കെ വന്നിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് അത് ചെയ്യുക. അതങ്ങ് ചെയ്ത എഡിറ്റിങ്ങും എളുപ്പമായി. അപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ വ്ളോഗായപ്പോൾ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 10 മിനിറ്റ് ആയിരിക്കും, പിന്നെ 20 മിനിറ്റ് 30 മിനിറ്റിൻ്റെ ഒക്കെ അല്ലേ. അപ്പം ഞാൻ ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് തന്നെ ആദ്യത്തെ ആഴ്ചകളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാവരും പറയുമായിരുന്നു എനിക്ക് റീച്ച് കിട്ടാത്തത് എന്നും ഇടായിട്ടാണ് എന്നൊക്കെ. പക്ഷെ അപ്പോഴും ഞാൻ മാറിയിട്ടൊന്നുമില്ല, സാരമില്ല, ഞാൻ 2 വരെ ആക്കി. എന്നിട്ടും ആൾക്കാർ ഇങ്ങനെ പറയുമായിരുന്നു, ഫ്രണ്ട്സൊക്കെ, റീച്ച് എനിക്ക് വളരെ കുറവായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ പറയും, നീ അത് ഡെയിലി വീഡിയോ ഇടായിട്ടാണ് അതിങ്ങനെ കിടക്കുന്നത്, ഡെയിലി വീഡിയോ ഇടുന്നത്. പറയും വേണ്ട, ഡെയിലി വീഡിയോ ഇട്ടാൽ എനിക്ക് ശരിയാവില്ല, എനിക്ക് എല്ലാം ചെയ്ത് അങ്ങനെ ആവില്ല, ശരിയാവില്ല എന്ന് എനിക്കൊരു തോന്നല്. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, നന്നായി ചെയ്യുന്നവരുണ്ട്. പക്ഷേ എനിക്ക് പറ്റാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ ആഴ്ചയിൽ 2 വീഡിയോ ആക്കി. ഷോർട്ടൊക്കെ അന്ന് വളരെ കുറവായിരുന്നു ചെയ്തിരുന്നത്. എനിക്ക് എഡിറ്റിംഗ് ഒന്നും അത്ര ആയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊക്കെ രാവിലെ എന്നും ഈ വീഡിയോ ഇടുന്നതിന് മുൻപ് ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്നും രാവിലെ വീഡിയോ എടുക്കും. എന്നിട്ട് ഞാൻ അത് എഡിറ്റ് ചെയ്ത് പഠിക്കും. എഡിറ്റ് ചെയ്തിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനതങ്ങ് ഡിലീറ്റ് ആക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് പറയും, നീ എന്തിനത് ഡിലീറ്റ് ആക്കണം, ഇങ്ങനത്തെ വീഡിയോ തന്നെയാണ് യൂട്യൂബിൽ കാണുന്നത്. ഞാൻ പറയും, ഞാനത് പഠിക്കുകയാണ്, ഞാൻ വീഡിയോ എടുത്ത് പഠിക്കുകയാണ്, ഞാൻ എഡിറ്റിംഗ് പഠിക്കുകയാണ്. അങ്ങനെ ഇങ്ങനത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആയാലും മോർണിംഗ് റൂട്ടീൻ ആയാലും ഇങ്ങനെ ചെയ്യുന്ന 3 മിനിറ്റിലുള്ള 20-30 മിനിറ്റിലുള്ള വീഡിയോകൾ ഞാൻ രാവിലെ എഴുന്നേറ്റ്, അന്നൊക്കെ രാവിലെ എഴുന്നേറ്റ് തുടങ്ങും നേരത്തെ. അതായത് നമുക്ക് വീഡിയോ എടുക്കലൊന്നും ശരിക്കും പരിചയമില്ലല്ലോ. അവിടെയും ഇവിടെയൊക്കെ ഇതൊക്കെ മൊബൈലൊക്കെ കൊണ്ടുവച്ചിട്ട് നമുക്കത് ഉണ്ടായിരുന്നില്ല അതൊന്നും. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഒരു 3-4 വീഡിയോകളൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് എല്ലാ എഡിറ്റിങ്ങും കഴിഞ്ഞ് വോയിസ് ഓവർ എങ്ങനെ കൊടുക്കുക എന്നൊക്കെ അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അതങ്ങ് ഡിലീറ്റ് ആക്കും. അങ്ങനെ അതിൻ്റെ മുകളിൽ ഒരു പഠിത്തം തന്നെയായിരുന്നു. ഒരു 4-5 വീഡിയോ അങ്ങനെ ചെയ്തിട്ട് എന്നിട്ടാണ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത്. പിന്നെ അങ്ങനെ ചെയ്യാൻ കാരണം എൻ്റെ മനസ്സിലൊരു പെർഫെക്ഷൻ കിട്ടണം. ഞാൻ ചെയ്യുന്ന വർക്കുകളെല്ലാം എനിക്കൊരു ഒരു പെർഫെക്റ്റ് ആയെന്ന് എൻ്റെ മനസ്സിൽ തോന്നണം. എല്ലാവരുടെയിലും അല്ല കേട്ടോ, എല്ലാവർക്കും അതിൽ പെർഫെക്ഷൻ ഒന്നും തോന്നില്ല. പക്ഷേ ഞാനതിൽ ഇതിൽ എനിക്ക് ഓക്കെ ആയി എന്ന് എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞാലാണ് ഞാനത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ, എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുക. എനിക്കതിൽ ഒരു പെർഫെക്ഷൻ തോന്നണം ഓരോ കാര്യം ചെയ്യുമ്പോഴും. ഇന്നതൊന്നുമില്ല എല്ലാത്തിലും. അപ്പോൾ എൻ്റെ മനസ്സിന് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. അതാണ് ഇങ്ങനെ ഡിലീറ്റ് ആക്കിക്കൊണ്ടിരുന്നിരുന്നത്. അതൊക്കെ ഞാൻ പഠിക്കല്ലേ, അപ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങൾ എനിക്ക് തോന്നും. അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ആക്കും. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ അത് ചെയ്യാൻ നോക്കുക. വേറൊരാളെ ഹെൽപ്പിന് വെക്കാതെ. ഇപ്പോൾ വീട്ടിലുള്ളവർ, ഹസ്ബൻഡോ അല്ലെങ്കിൽ മക്കളോ എപ്പോഴെങ്കിലും സഹായത്തിന് നിൽക്കണ പോലെയല്ല. സ്ഥിരമായിട്ട് നമ്മൾ ഒരാളെ തന്നെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യലുണ്ടാവില്ല. അപ്പോൾ ഒരാളുടെ സഹായം നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രതീക്ഷിച്ചും കൊണ്ട് നിൽക്കും. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ കഴിവതും നമ്മൾ സ്വന്തമായിട്ട് തന്നെ അങ്ങ് ചെയ്ത് പഠിക്കുക തുടക്കത്തിലെ. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടാകും. പക്ഷെ നമുക്കത് ചെയ്യാൻ ആദ്യമേ കഴിയും നമുക്കറിയാം. പക്ഷേ വേറൊരാളുടെ ഹെൽപ്പ് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ചോദിച്ചു പോകുന്നതാണ്, അതൊക്കെ. അല്ലാണ്ട് തുടക്കത്തിൽ തന്നെ എല്ലാവരെയും ഹെൽപ്പിൽ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ നമുക്കൊരാളുടെ ഹെൽപ്പ് ഉണ്ടായാലേ ചെയ്യാൻ പറ്റുള്ളൊരവസ്ഥയിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതെല്ലാവർക്കും ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ആദ്യമൊക്കെ ഒരു മെനക്കെടായിട്ട് തോന്നും, പക്ഷേ അത് പിന്നീട് ഈസി ആയിട്ട് വരും. അപ്പോൾ ആ തുടക്കത്തിൽ എല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. ഞാൻ തുടക്കത്തിൽ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ സൂര്യൻ എൻ്റെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഇങ്ങനെ ഒന്ന് എടുത്തു തരുമോ, അങ്ങനെ പിടിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു 2-3 വീഡിയോ ഒക്കെ അവൻ ചെയ്തു തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ ഇതേപോലെ ലോങ് വീഡിയോയിലും അതെ, എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ട്രൈപോഡിലൊക്കെ ഒന്നും വെക്കാതെ
കാര്യം നേടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കാര്യമൊക്കെ അവർ ആരെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു തരുമോ, ഈ വീഡിയോ ഒന്ന് ആക്കി തരുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാതെ ഉള്ളതെല്ലാം നമ്മൾ തന്നെ ആരാണോ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ അവർ തന്നെ സ്വന്തമായിട്ട് അങ്ങ് ചെയ്ത് പഠിക്കാൻ നല്ലത്. ഇപ്പൊ എൻ്റെ കുളിയൊക്കെ ഇത് പഴയ പോലെ തന്നെ ആയിട്ടാവും. മറ്റേ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് നേരത്തെ കുളിയും അങ്ങനെയൊക്കെ അല്ലായിരുന്നു. ഇപ്പം പഴയ പോലെ തന്നെ ആയി കുളി. ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളിയായി. ഇനി കുറച്ച് കുറച്ച് പാഴ്സൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അഡ്രസ്സ് പിന്നെ സൂര്യൻ എഴുതി കുറച്ചൊക്കെ സഹായിക്കും കേട്ടോ. പിന്നെ പാക്കിങ് കുറച്ചുണ്ട്, അങ്ങനെയുള്ള. പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോകുന്നത് ചില ദിവസം അവർ ഇങ്ങോട്ട് വരും. പോസ്റ്റ് ഓഫീസിലെ ആളല്ല, പ്രൈവറ്റ് കൊറിയർ ഇങ്ങോട്ട് വന്നിട്ട് അവർ കളക്ട് ചെയ്യും. എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി അവർക്ക് കൊടുക്കും ഓർഡർ എന്നൊക്കെ രീതിയിൽ. അപ്പോൾ അവരിവിടെ വന്ന് കളക്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വന്നിട്ട് കളക്ട് ചെയ്ത് പോകും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സമയമുണ്ട് ഇപ്പോൾ. മറ്റത് എനിക്ക് ഒന്നിനും സമയമില്ലാത്ത പോലെയായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ ഞാൻ തന്നെ കൊണ്ടു കൊടുക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കുറേ പാർസലുണ്ടെങ്കിൽ അവിടെ പോയി ഇങ്ങനെ ഇരിക്കണം, കുറേ നേരം ഇരിക്കണം. ചിലപ്പോൾ വേറെ വല്ല ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവില്ലേ, അപ്പോൾ അവരുടെയൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാരൊക്കെ വരുന്നതല്ലേ പോസ്റ്റ് ഓഫീസിൽ. നമ്മളിങ്ങനെ അവിടുത്തെ ബില്ലൊക്കെ ഇട്ട് ബില്ലടിച്ച് തന്ന് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടല്ലേ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോഴേക്കും ഒരുപാട് നേരമായിരിക്കും. അപ്പോൾ അത്രയും സമയം പോകും. അപ്പോൾ ഇവരിങ്ങനെ വന്ന് എടുത്ത് പോകുമ്പോൾ പിന്നെ എനിക്ക് അത്രയും സമയം ലാഭമാണ്. ക്യാഷ് കുറച്ച് കൂടും കേട്ടോ. പോസ്റ്റ് ഓഫീസിന് ഇത്ര വരില്ല, ഈ പ്രൈവറ്റ് കൊറിയറിന് കുറച്ച് കൂടും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഹാൻഡ്ലൂം സെറ്റ് കൊണ്ട്. ഇത് പവർ ലൂമിൻ്റെ ആണെങ്കിൽ ഇത്ര ഭംഗി കിട്ടില്ല. ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഭംഗിയാണ്. പവർ ലൂം എടുക്കുന്നതും ഹാൻഡ്ലൂം എടുക്കുന്നതും ഡിഫറൻസ്, ആ കൊടുക്കുന്നതിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതേപോലെ റേറ്റിലും നല്ല ഡിഫറൻസ് ഉണ്ട്. പവർ ലൂമിന് അധികം റേറ്റ് ഇല്ല, പക്ഷേ ഹാൻഡ്ലൂമിന് നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ അത് അതിൻ്റെ ഭംഗി, എന്താ പറയുക, അത് ഹാൻഡ്ലൂം എടുത്താൽ അതിൻ്റെ ഒരു എലഗൻ ലുക്ക്, അത് വേറൊരു ലുക്ക് തന്നെയാണ്. പക്ഷെ റേറ്റ് കൂടുതലാണ്. നല്ല ഒതുങ്ങി കിടക്കും. അതിൻ്റെ കൂടെ വെച്ചൊരു ബ്ലൗസ് പീസ് ചെയ്ത് കൊടുക്കാം. അത് 2-3 തരം കാണിച്ചു കൊടുത്തപ്പോൾ ഇതാണ് അവർ സെലക്ട് ചെയ്തത്. ഇപ്പോഴും പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്കും ലഞ്ച് കഴിക്കാൻ നേരമായപ്പോൾ വിശക്കൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിക്കാതിരുന്നതാണ്. ഏതായാലും കൊറിയർ വന്നിട്ട് എടുക്കുക, ഈവനിങ്ങിൽ വരാമെന്ന് പറഞ്ഞു. അവർ നമ്മളുടെ സമയത്തിനനുസരിച്ചിട്ട് അവർ വന്നെടുത്തോളും. മറ്റേതാണെങ്കിൽ അവർ എൻ്റെ അടുത്ത് സമയം പറയുക ചെയ്യുക. 10:30 അവരൊരു തിരക്ക് പറയുന്ന സമയം പോസ്റ്റ് ഓഫീസിൽ. അപ്പോൾ എനിക്ക് രാവിലെ അങ്ങോട്ട് ഓടണം. അപ്പോൾ പിന്നെ കുറേ സമയം അങ്ങനെ പോകും. ഇവർ ഇവിടെ വന്നിട്ട് എടുക്കല്ലേ ചെയ്യുക. അപ്പോൾ ഒരു 3 മണിക്ക്, അല്ലെങ്കിൽ എൻ്റെ എപ്പോഴാണ് കഴിയണമെന്ന് വെച്ചാൽ പാക്കിങ് കഴിയണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വിളിച്ച് പറഞ്ഞാൽ മതി, വരാമെന്നാണ് പറയാം. അപ്പോൾ ഞങ്ങൾ ഇനി ഏതായാലും ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള പാക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ യൂട്യൂബ് ജേണി പറയുമോ എന്ന് ചോദിച്ച പോലെ തന്നെ എൻ്റെ ഇപ്പോൾ തുടങ്ങിയ ഈ ചെറിയൊരു ബിസിനസ്സിനെ പറ്റിയിട്ടും എങ്ങനെ ചെയ്തു, എങ്ങനെയാണ് തുടങ്ങിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ, ഡീറ്റെയിൽ ആയിട്ട് പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കുറേ പേര്. അതും ഒരു ദിവസം പറയാം. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എനിക്ക് പറയാനൊന്നും ആയിട്ടില്ലല്ലോ എന്ന്. പക്ഷേ ഇപ്പോഴുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞാൽ മതി. ആ സ്റ്റാർട്ടിങ് രീതിയാണ് അവർക്ക് അറിയേണ്ടത്. ഞാൻ വിചാരിച്ച കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ലെവലായതിനു ശേഷം പോരെ എന്നുള്ളത്. പക്ഷെ അവർക്ക് അറിയേണ്ടത് എങ്ങനെയാണ് അതായത് ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, ആഗ്രഹമുണ്ട് മനസ്സിൽ, എങ്ങനെ തുടങ്ങണം എന്നറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, എപ്പോൾ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളത്. അവർക്ക് കുറച്ചുകൂടിയും യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനെ ചെയ്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ അതും ഒരു ദിവസം പറയാം കേട്ടോ. പിന്നെ Q&A അത് നമുക്ക് നടത്തണ്ടേ. അത് ഞാൻ ഒരു ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും. അതിപ്പോൾ ഏത് ദിവസം ഇടാന്നറിയില്ല. ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഒരു പോസ്റ്റ് ഇടാം. അതിൽ ക്വസ്റ്റ്യൻസ് ഇട്ടാൽ മതി നിങ്ങൾ, നമുക്കൊരു Q&A ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ തന്നെ കുറേ ലെങ്തി വീഡിയോ ആയല്ലേ. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.